നമ്മൾ ഉണ്ടാക്കുന്നത് ഏട്ടമീൻ കൊണ്ടുള്ള മീൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ഏട്ടമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വെയിറ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ മീനിന് വേണ്ടുന്ന മസാലയൊന്ന് അരച്ചെടുക്കണം. മസാല അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 15 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. 10 ചെറിയ ഉള്ളി, 10ഓ 15ഓ എടുക്കാം കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിവിടെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ കറി വെച്ച് കഴിയുമ്പം മീൻ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവത്തുള്ളൂ. മസാല അരയ്ക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കണേ. മസാല ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. മീൻ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മൺചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കണേ. ഒരു 3 ടേബിൾ സ്പൂണുള്ള വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ചേർക്കുന്നുള്ളൂ. ഇനി വേറെ നമ്മൾ അരിഞ്ഞൊന്നും ചേർക്കുന്നില്ല. ഈ അരച്ചെടുത്തത് മാത്രമേ ഉള്ളൂ. നല്ലതുപോലെ ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാവേ. നല്ലപോലെ ഇളക്കി കൊടുത്ത് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ആ പുളിയും കൂടി ചേർത്ത് കൊടുക്കണേ. കുടംപുളി ഇല്ലെങ്കിൽ വാളൻപുളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി മീൻകറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. ആ മസാല അരച്ച ജാറിലേക്ക് തന്നെ വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ മീൻകറിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ആദ്യം ഒന്നിച്ച് ചേർക്കണ്ട, നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 കിലോ മീനിനുള്ള അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മീനിന് എത്രയാണോ ആവശ്യം അതനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് തിളച്ച് വരണം. മീനിൽ നിന്നും കുറച്ച് വെള്ളം കൂടി ഇറങ്ങും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ആ ചാറിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണം. അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആ മീനിൽ നിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെക്കുന്നില്ല. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൊക്കെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നോടം വരെ നമുക്ക് തുറന്ന് വെച്ച് കൊടുക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാറിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ തുറന്ന് വെച്ച് എത്രത്തോളം വെള്ളം വേണോ അതനുസരിച്ച് പറ്റിച്ചെടുത്താൽ മതിയേ. ഞാൻ ആദ്യം കടുക് താളിച്ചതാണ്. ഈ സമയത്ത് 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മാത്രം മതി, ഒരുപാട് വേണ്ട. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ സിമ്പിളായിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്